ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു കബോർഡാണ്. കുട്ടികളെന്ന് വെച്ചാൽ ഒരു ന്യൂ ബോൺ മുതൽ നമുക്കൊരു 5 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു കബോർഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ന്യൂ ബോൺസിന് മാത്രമായിട്ട് നമ്മൾ അല്ലാത്ത ചെറിയ കബോർഡ്സ് യൂസ് ചെയ്യാറുണ്ടല്ലോ, അതിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ഓപ്ഷനാണിത്. ഒരുപാട് പ്രൈസ് റേഞ്ചും വരുന്നില്ല, ചെറിയ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ബോക്സ് തുറന്നപ്പോൾ മൊത്തമായിട്ട് കിട്ടിയത്. നമ്മുടെ കണക്റ്റർ പോലെ കുറേ കണക്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസാണ്. പിന്നെ ചെറിയ വേറൊരു ഐറ്റം ഉണ്ട്, പിന്നെ ഒരു വുഡൻ ഹാമറുള്ള, അങ്ങനെ ഇതാണ് ബേസായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കുറേ സ്റ്റിക്കേഴ്സ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സ്. ഞാൻ വിചാരിച്ചത് ഡോർമലുള്ള സ്റ്റിക്കേഴ്സൊക്കെ അതിൽ തന്നെ ഉള്ളതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അല്ല, നമ്മൾ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വരികയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വലിയ പ്രിൻറ്റ്സാണ് വരുന്നത്. നല്ല അടിപൊളി പ്രിൻ്റുള്ള ഇതാണ് കേട്ടോ. അതേപോലെ കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ വേറെ പല കളേഴ്സും അവൈലബിൾ ആണ്. പിങ്ക് പോലത്തെ കളേഴ്സും ഒരു ലൈറ്റ് ഗ്രീനും അങ്ങനത്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. ഇതേപോലെ നമുക്ക് ഓരോ കബേർഡ്സ്, ഓരോ ഷെൽഫ് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു പേപ്പറും ഉണ്ട്. നമുക്കത് നോക്കി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഡോർസ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്താ വെച്ചാൽ എല്ലാം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റേഴ്സ് കറക്റ്റ് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ യൂസ് ചെയ്യും ഇത് രീതിയിൽ 4 ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ അതിൻ്റെ അടിവശത്തൊരു ഹോൾ പോലെ ഉണ്ട്, അവിടെയും നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവിടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതി. ഈ രീതിയിലല്ല കേട്ടോ ഇവിടെ വെക്കേണ്ടത്, ഞാൻ അത് അറിയാതെ വെച്ചതാ. എല്ലാം ഫ്ലാറ്റായിട്ട് തന്നെ വെക്കണം ഒരേ രീതിയിൽ. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ മറ്റേത് നമ്മൾ ചെറിയ ഷെൽഫ് വാങ്ങുമ്പം കുറച്ച് കഴിയുമ്പോൾ അത് നിലത്ത് വീഴാനും പൊട്ടിപ്പോകാനും അങ്ങനെയൊക്കെ പറ്റും. ഇത് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഇതിന് വരുന്ന പ്രൈസ് റേഞ്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. 2300 രൂപ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് അഫോർഡ് ചെയ്താൽ നമുക്ക് കുറച്ചധികം കാലം യൂസ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്. നമുക്ക് ലോങ് ലൈഫാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കുറച്ചുകൂടി ഇതിനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഹൈറ്റൊക്കെ നല്ല രീതിയിലുണ്ട്. ഓരോ കബോർഡ്സിനും അത്യാവശ്യം നല്ലോണം സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഇനി ഇതേപോലെ നമ്മൾ മുകളിലേക്ക് അവർ കൊടുത്ത ആ ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് അതേപോലെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലം ബിൽഡ് ചെയ്തെടുത്തു. ഇതാണ് അതിൻ്റെ ഒരു ബേസായിട്ടുള്ള സ്ട്രക്ചർ. ഇനി അതിൻ്റെ മുകളിലേക്ക് വേറൊരു ഇതുകൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയി. ഇനി മുകളിലേക്ക് ഒരു ചെറിയ പോർഷൻ കൂടി, മുകളിലുള്ള പോർഷൻ ചെറുതാണ്, അതിന് മാത്രം ഡോറ് വരുന്നില്ല. 6 ഡോറാണ് വരുന്നത്. പിന്നെ മുകളിൽ 2 കൂടി 8 സ്റ്റോറേജ് ഷെൽഫും വരുന്നുണ്ട്. അതിൽ നടുക്കുള്ള ഭാഗത്ത് നമുക്കൊരു ഹാങ്ങർ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഹാങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊരു ചെറിയൊരു മെറ്റലിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയിലാട്ടോ വരുന്നത്. ഡോറാണെങ്കിലും നല്ല നമുക്ക് ലോക്ക് ചെയ്തുപോലെ വെക്കാൻ പറ്റും. അതിൻ്റെ സാധനം ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ വൈറ്റ് കളറിലുള്ള ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ഈ രീതിയിലല്ല കേട്ടോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് കൊടുക്കണം. ഞാൻ ആദ്യം ഇങ്ങനെ വെച്ച് പോയതാണ്. എന്നിട്ട് നമ്മൾ ഡോർ അതിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചാൽ അത് ലോക്കായി കിടക്കും. പെട്ടെന്ന് കുട്ടികൾക്കൊന്ന് ഓപ്പണാക്കി എടുക്കാൻ പറ്റില്ല, ഒന്ന് ടൈറ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു ചെറിയ കാര്യങ്ങളും അവർ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് വേണം, അല്ലെ റൂമിൽ വെച്ചാൽ വൃത്തികേടില്ലാന്ന് തോന്നുന്ന രീതിയിൽ വാങ്ങാൻ പറ്റിയൊരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റുള്ളൊരു പരിപാടിയാണ് നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിക്കേഴ്സ് 6 ഡോറാണ് ഉള്ളതെങ്കിലും സ്റ്റിക്കേഴ്സ് 6 കൂടുതലുണ്ട്. നമുക്ക് അത്യാവശ്യം
ടോട്ടലി നല്ലൊരു പ്രൊഡക്റ്റാണ്, വേണ്ടവർ പർച്ചേസ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.